നമസ്കാരം. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ തങ്ങളുടെ തന്ത്രങ്ങൾ പൂർണ്ണമായും മാറ്റിയെഴുതുകയാണ്. ഭീകരതയെ തങ്ങളുടെ ഔദ്യോഗിക ആയുധമായി കണക്കാക്കുന്ന പാകിസ്ഥാൻ സമീപനത്തിന് ഇന്ത്യൻ സൈന്യം നൽകിയ തീവ്ര പ്രഹരമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ തകർക്കുകയും പ്രധാന നേതാക്കളെ വധിക്കുകയും ചെയ്ത ഈ മിന്നലാക്രമണം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഉജ്ജ്വലമായ ഒരു അധ്യായം കൂടിയാണ്. എന്നാൽ കനത്ത തിരിച്ചടി നേരിട്ടതോടെ ഭീകരവാദ ഭീഷണി പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മെ തുറച്ചു നോക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തി പുതിയ വിഭാഗം രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ പ്രവർത്തന രീതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തി പ്രത്യേക സംഘടന രൂപീകരിക്കാനാണ് ജെയ്ഷെയുടെ പുതിയ നീക്കം. ജമാ അത്തുൽ മു അമിനാത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ജെയ്ഷെ തലവൻ മസൂദ് അസ്ഹറിന്റെ സഹോദരി സദിയ അസ്ഹറാണ്. അസ്ഹറിന്റെ ഭർത്താവ് യൂസഫ് അസ്ഹർ ഉൾപ്പെടെ മസൂദ് അസ്ഹറിന്റെ നിരവധി കുടുംബാംഗങ്ങൾ നേരത്തെ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടിരുന്നു. മസൂദ് പുറത്തുവിട്ട കത്തിലാണ് വനിതാ വിഭാഗം രൂപീകരിക്കുന്ന കാര്യം ലോകത്തെ അറിയിച്ചത്. ഭീകരപ്രവർത്തനങ്ങളിൽ സ്ത്രീകൾക്ക് മുൻപ് വിലക്കേർപ്പെടുത്തിയിരുന്ന ഒരു സംഘടനയായിരുന്നു ജെയ്ഷെ മുഹമ്മദ്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ അവർ നിലപാട് തിരുത്തുകയാണ്. ഈ വനിതാ വിഭാഗത്തെ നേരിട്ടുള്ള സായുധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കില്ലെന്നാണ് റിപ്പോർട്ട്. പകരം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി പ്രചാരണം നടത്തുക, സംഘടനയ്ക്ക് മാനസികവും ധാർമ്മികവുമായ പിന്തുണ ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് ഇതിലെ സ്ത്രീകളുടെ ദൗത്യം. പ്രധാനമായും സംഘടനയുടെ സ്വാധീനം വീണ്ടെടുക്കാനും പുതിയ അനുയായികളെ ആകർഷിക്കാനുമാണ് ഈ നീക്കം. പുതിയ സംഘടനയിലെ റിക്രൂട്ട്മെന്റ് നടപടികൾ ബഹാവൽപൂരിൽ ആരംഭിച്ചതായി സൂചനയുണ്ട്. ജെയ്ഷെ അംഗങ്ങളുടെ ഭാര്യമാരെയും ഒപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികളെയും സംഘടനയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം. ഇന്ത്യ ഉൾപ്പെടെ തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പുതിയ വനിതാ വിഭാഗത്തിലൂടെ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആഗോള ഭീകരതയുടെ വിപണനത്തിലെ ഏറ്റവും അപകടകരമായ വഴിത്തിരിവാണിത്. ആഗോള ഭീകരതയുടെ പുതിയ മുഖമായി ഇതിനെ വിലയിരുത്താവുന്നതാണ്. ഈ പുതിയ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഭീകരതയുടെ ഈ പുതിയ മുഖത്തെ നേരിടാൻ അതിർത്തിയിലെ സൈനിക നടപടികൾക്കപ്പുറം അതീവ ജാഗ്രതയും ശക്തമായ നയതന്ത്ര നീക്കങ്ങളും ലോകരാജ്യങ്ങൾക്കിടയിലെ ഐക്യവും അനിവാര്യമായിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യം ഭീകരവാദത്തെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഭീകരവാദത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും പലപ്പോഴും നാണം കെട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പാകിസ്ഥാന്. ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ സംഘടനയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് ഈ തന്ത്രപരമായ മാറ്റം. ഇന്ത്യൻ മണ്ണിൽ ചോര ചീന്തിയതിന് പാകിസ്ഥാനുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ബഹാവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്തിലേക്ക് ഇരച്ചെത്തി. അതിസൂക്ഷ്മതയോടെ നടത്തിയ മിന്നലാക്രമണം ഭീകരർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മിനിറ്റുകൾ മാത്രം നീണ്ട ഈ സൈനിക നടപടിയിൽ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ എന്നിവ പൂർണ്ണമായും തകർത്തു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ കൃത്യതയാർന്ന പ്രഹരം ലോകരാജ്യങ്ങളെ പോലും ഞെട്ടിച്ചു. ബഹാവൽപൂരിലെ ജെയ്ഷെയുടെ ആസ്ഥാനം ഉൾപ്പെടെ തകർത്തെറിഞ്ഞ ഈ സൈനിക നടപടി സംഘടനയുടെ നടുവൊടിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയുടെ കോട്ടകൾ തകർത്തെറിഞ്ഞ ഒരു നിമിഷം മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ലോകത്തിന് മുന്നിൽ തെളിയിച്ച മറ്റൊരു അധ്യായം കൂടിയായിരുന്നു. എന്നാൽ ഈ കനത്ത തിരിച്ചടിക്ക് ശേഷവും ജെയ്ഷെ മുഹമ്മദ് പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. അതിർത്തിയിലെ സൈനികമായ പ്രതിരോധം പോലെ തന്നെ ഇത്തരം നിഴൽ യുദ്ധങ്ങളെ നേരിടാൻ അതീവ ജാഗ്രതയും ശക്തമായ നയതന്ത്ര നീക്കങ്ങളും ആവശ്യമാണ്. ഭീകരതയുടെ ഈ പുതിയ മുഖങ്ങളെ നേരിടാൻ ലോകം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.